ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് അരി അരച്ചിട്ട് 1 മണിക്കൂർ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 2 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് എടുക്കാൻ കാരണം എൻ്റെ കയ്യിൽ ഇഡ്ഡലി റൈസേ ഉള്ളൂ. നിങ്ങൾ പച്ചരി എടുത്താൽ മതി, സാദാ പച്ചരി തന്നെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ചവ്വരിയാണ് കണക്ക് കേട്ടോ. അത് പ്രകാരം എടുത്താൽ മതി. ഇതിനി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം. അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം കഴുകിയെടുക്കണം. എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു വെള്ളയിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുതിർന്ന് വരാൻ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ രണ്ടും കൂടിയിട്ട് 3 കപ്പെല്ലാം എടുത്തിന് അത്ര തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 8 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അരിയും ചവ്വരിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. തേങ്ങ, പഞ്ചസാര, ഈസ്റ്റ്. അപ്പോൾ ഇതിലേക്കൊരു 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർക്കും തോറും നമ്മുടെ വട്ടയപ്പത്തിന് ടേസ്റ്റും സോഫ്റ്റൊക്കെ കൂടും. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ്. നിങ്ങൾ കുറച്ച് നേരമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ 3-4 മണിക്കൂറൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ടാണ് ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും അരച്ചെടുക്കാം. ഇനി ലാസ്റ്റ് അരച്ചെടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മാവ് ഒന്നുകൂടെ ഒന്ന് ലൂസായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, മാവ് ഇതേ ഒരു പരുവത്തിലാണ് കിട്ടുക. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇത് ഫെർമെൻ്റായി വന്നതിന് ശേഷം കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം ഇത്രയ്ക്കും പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്ന് മിക്സ് ചെയ്യരുത്. മാവ് കുറച്ചൊരു കട്ടിയാണെന്ന് തോന്നി. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ അരി അരക്കുമ്പോൾ ചേർത്താലും മതി. പിന്നെ മധുരമൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ്, ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതാ സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടറും തടവി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണമെങ്കിലും തടവാം, പക്ഷെ വെളിച്ചെണ്ണയെക്കാളും പാത്രത്തിൽ നിന്ന് വിട്ടു പോരാനും ബട്ടർ തേക്കണതാണ് നല്ലത്. ഇനി സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പ്ലേറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു അളവിലാണെങ്കിൽ 3 വട്ടയപ്പം ഉണ്ടാക്കാം.
പിന്നെ ഓരോരുത്തരെടുക്കുന്ന പ്ലേറ്റിൻ്റെ അളവും അതുപോലെ തന്നെ കട്ടി മാവൊഴിക്കുന്ന കട്ടിക്കൊക്കെ അനുസരിച്ചായിരിക്കും. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് ഒരു സ്റ്റിക്കായിട്ട് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ വെന്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് മാറ്റാം. തണുത്തതിന് ശേഷം നമുക്ക് റിമൂവ് ആക്കിയാൽ മതി. പിന്നെ ഞാൻ അടുത്തത് ചെയ്യണത് ഇതുപോലെ കടായിൽ വെച്ചിട്ടാണ്, സ്റ്റീമർ എടുക്കുന്നില്ല. അതെന്തിനാണെന്ന് വെച്ചാൽ ചിലർക്കൊക്കെ അതുപോലത്തെ ബുദ്ധിമുട്ടുണ്ടാവും. പ്ലേറ്റ് വലുതും പിന്നെ സ്റ്റീമർ ചെറുതിൽ ഇഡ്ഡലി ചെമ്പ് ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലത്തെ കടായിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ടെടുക്കുക. ഇതുപോലത്തെ ഒരു തട്ടിട്ട് കൊടുത്താൽ മതി. താഴെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തട്ടിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കറികളൊക്കെ ഇറക്കി വെക്കുന്ന റിങ് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇതാ പ്ലേറ്റിലേക്ക് ബട്ടർ തടവിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒരു 15 മിനിറ്റോളം ഒന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് അങ്ങനെ രണ്ടാമത്തെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അടുത്തത് ഞാൻ വെച്ചിട്ടുണ്ട്. അതായി വരുമ്പോഴേക്കും ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ രണ്ടെണ്ണം ഞാൻ തണുത്തതിന് ശേഷം റിമൂവ് ആക്കി. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അത് കണ്ടില്ല, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചവ്വേരി വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.